നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് ഇന്ത്യയിലെ ഒരു പോപ്പുലർ ബ്രേക്ക്ഫാസ്റ്റ് ആയ ഉപ്മാവാണ് നമ്മളിതോടെ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവ്. ശരിക്കും ഒരു 1 പോട്ട് മീൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സേമിയ ഉപ്മാവ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഒരു 150 ഗ്രാം സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ നമ്മുടെ ഈ ഒരു സേമിയ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഉപ്മാവ് സ്റ്റിക്കി ആയി പോവാതെ മുഷിയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സോസ് പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. പിന്നെ അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് സ്റ്റിക്കി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നമ്മുടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ സേമിയ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 2.5 തൊട്ട് 3 മിനിറ്റ് വരെ മാക്സിമം നമ്മൾ ഈ സേമിയ ഒന്ന് കുക്ക് ചെയ്യണം. അതാ നമ്മുടെ സേമിയ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതാ നമ്മളിവിടെ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് ഒന്നും കൂടെ ഡ്രെയിൻ ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണയും 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യും കൂടെ ചേർക്കുന്നത്. ആ കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് റോ പീനട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാഷ്യൂ നട്ട്സ് ഒക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു അരമുറി വളരെ ചെറിയൊരു സവോള ചേർത്തിരിക്കുന്നത്, തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് സവോള ചേർത്ത് ഒരു 30 സെക്കൻഡ്സ് ഒക്കെ മാക്സിമം സോട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കളറ് മാറിയാൽ നമ്മുടെ ആ ഉപ്മാവിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു കളറും ഒക്കെ മാറിപ്പോകും. ഇനി അതിലേക്ക് തിന്നായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിരിക്കുന്ന ഇഞ്ചിയും പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമ്മുടെ ചുമന്ന മുളകൊക്കെ ഇല്ല, വറ്റൽമുളകൊക്കെ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നമ്മുടെ ആ ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. കറിവേപ്പില ഇട്ട് ഒരു മാക്സിമം ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് ആ ഒരു 30 സെക്കൻഡ്സിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറാണ് കേട്ടോ ചേർത്തേക്കുന്നത്. പിന്നെ നമ്മളതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാഗിയുടെ മാജിക് മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഗരം മസാല അല്ലെങ്കിൽ നമ്മുടെ മീറ്റ് മസാല, ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ പെരി അങ്ങനെ പാവ് ഭാജി മസാല, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കംസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആ ഒരു വെജിറ്റബിൾസിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ഓവറായിട്ട് കുക്ക്ഡ് ആവാൻ പാടില്ല. നമ്മുടെ ഈ വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് ക്രഞ്ചി ആവാനേ പാടുള്ളൂ. അപ്പോൾ ഒരു മാക്സിമം 30 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മളതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ആ ഒരു സേമിയ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ സേമിയ കുക്ക്ഡായി കിട്ടിയേക്കുന്നതെന്ന്. അപ്പോൾ ഇനി നമ്മൾ ആ മസാലകളെല്ലാം ഈ സേമിയയിലൊന്ന് നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആ ഒരു ടാങ്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കൊറിയാൻഡർ ലീവ്സും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സേമിയ കുക്ക്ഡായി കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ്. ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നാരങ്ങ നീരും എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കുക്ക്ഡ് ആയിട്ടുള്ള ആ ഒരു 3 മിനിറ്റിനുള്ളിൽ കുക്ക് ചെയ്യാൻ പാടില്ല. ആ കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തത് നമ്മൾ വീണ്ടും റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ആ ഒരു കുക്കിംഗ് പ്രോസസ്സ് ആ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അത് സ്റ്റോപ്പായി. ഇനി നമുക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് അതൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് റവ കൊണ്ടൊക്കെയാണ് ഉപ്മാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ എന്തുകൊണ്ട് വേണമെങ്കിലും ഉപ്മാവ് ഉണ്ടാക്കാം, ഓട്സ് കൊണ്ടും അങ്ങനെയൊക്കെ ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിലിടുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. അതായത് ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, അങ്ങനെ ബ്രോക്കോളി, കോളിഫ്ലവർ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഈ ഒരു വെജിറ്റബിൾസിലൊക്കെ ഒന്ന് മാറ്റം വരുത്താം. പിന്നെ നിങ്ങൾക്ക് നോൺ വെജ് പ്രോട്ടീൻ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നോൺ വെജ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് ചേർക്കാം. അതല്ല വെജ് ആണെങ്കിൽ പനീർ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ചേർക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സേമിയയുടെ കുക്കിംഗ് ടൈമാണ്. നമുക്ക് പലതരത്തിലുള്ള സേമിയ കിട്ടും, തിന്നായിട്ടുള്ളതും തിക്കായിട്ടുള്ളതും കിട്ടും. ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് മാക്സിമം 3 മിനിറ്റ് കുക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങൾ തിക്കായിട്ടുള്ളത് എടുക്കുന്നെങ്കിൽ അത് വേകുന്നതിന് എത്ര സമയം വേണോ അത്രയും സമയം വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ടിഫിനോ ലഞ്ചോ ഒക്കെ ആയിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.